മുരിങ്ങയ്ക്കാന്ന് ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്നാലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുറന്നാലോ മുരിങ്ങയ്ക്കയുടെ റീലാണ്. എന്താണെന്നറിയോ? ഓസ്ട്രേലിയയിൽ മുരിങ്ങയ്ക്ക ബാൻഡാക്കി. അതിൻ്റെ റീസൺ നിങ്ങൾക്കറിയാമോ? ഞാൻ ഈ ഒരു ബാൻഡാക്കിയപ്പോഴേക്കും നമ്മുടെ കയ്യിലുള്ള മുരിങ്ങയ്ക്ക സേവ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴേക്കുമാണ് ഇത് കണ്ടോ, ഒരു ബ്രാൻഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന മുരിങ്ങയ്ക്കയുടെ മാനുഫാക്ചറിങ് ഡേറ്റ് നോക്കിയേ, 1/6/2027 ആകുന്നതിന് മുമ്പ് തന്നെ ഇവർ പാക്ക് ചെയ്ത് 27 പാക്ക് ചെയ്തതാണെന്ന് പറഞ്ഞ സംഭവങ്ങൾ മാർക്കറ്റിലെത്തി. എന്നാലോചിച്ച് നോക്കി, ഇതുപോലെയുള്ള സംഭവങ്ങളാണ് നമുക്ക് പണി തരുന്ന, 8ൻ്റെ പണി തരുന്ന മക്കളെ. അപ്പോൾ ഇത് എഴുതിയേക്കാണ് 27 പാക്ക് ചെയ്ത സാധനം ബെസ്റ്റ് ബിഫോർ 2025. ആലോചിച്ച് നോക്കി. സോ ഇതൊന്നും അല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ മുരിങ്ങയ്ക്ക ഇങ്ങനെ മുരിങ്ങയ്ക്കയുടെ എല്ലാ പ്രൊഡക്റ്റും പൗഡറും ക്യാപ്സ്യൂളും ഒക്കെ ഒരാളിവിടെ മാർക്കറ്റിൽ നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ആയിട്ട് ചെയ്തപ്പോഴേക്കും ഫാർമസി വഴി വിൽക്കാൻ വേണ്ടി അതിന് അപ്രൂവലിന് വേണ്ടി അപ്ലൈ ചെയ്തു. എലിക്കുട്ടന്മാർക്ക് കൊടുത്തപ്പോഴാണ് പണി പാളിയത്. ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് ചെയ്യാതെ നമുക്കൊന്നും കിട്ടൂലല്ലോ. അപ്പം ഈ എലിക്ക് കൊടുത്തപ്പോഴേക്കും എലിയുടെ കിഡ്നിക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്ന്. അപ്പോൾ അത് ഹ്യൂമൻ കൺസപ്ഷന് യോഗ്യമല്ല എന്ന് പറഞ്ഞ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ബാൻ ചെയ്തു. പരിണിത ഫലം എന്താ? നമ്മുടെ 2026 ഓണം മുരിങ്ങയ്ക്കായി ഇല്ലാത്ത സാമ്പാർ കൂട്ടി കഴിക്കേണ്ടി വരും. അപ്പോൾ ഒന്നുമില്ല, അധികമായാൽ അമൃതം വിഷമാണെന്ന് പറഞ്ഞിട്ടില്ലേ? അത്രേ ഉള്ള കാര്യം. എന്ത് കാര്യങ്ങളും മിതമായിട്ട് യൂസ് ചെയ്താൽ നമുക്ക് നല്ലത്. അമിതമായി കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് ബാഡാണ് എല്ലാ സാധനങ്ങളും.